നമസ്കാരം. എല്ലാവർക്കും സ്മാർട്ട് കോർ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിക്കവാറും എല്ലാ മത്സര പരീക്ഷകളിലും തുടരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള നീതി ആയോഗിനെ കുറിച്ചാണ്. നീതി ആയോഗ്. നമുക്ക് നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് കടക്കാം. നീതി ആയോഗ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശക സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇതാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനൊക്കെ വേണ്ടിയിട്ട് പല പദ്ധതികളും നമ്മുടെ ഗവൺമെൻറ് മുൻപും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പഞ്ചവത്സര പദ്ധതികൾ, അങ്ങനെയുള്ള എല്ലാ ആസൂത്രണം ചെയ്യുന്നതിനും അങ്ങനെയുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നതിനും സർക്കാരിൻ്റെ ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. ഈ ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഭാരത സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഈ ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു നിയമം മൂലം സ്ഥാപിതമായ സ്ഥാപനമോ അല്ല, മറിച്ച് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ വഴി ആയതാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമോ അല്ലെങ്കിൽ നിയമം മൂലം സ്ഥാപിതമായ സ്ഥാപനമോ അല്ല, അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ വഴി സ്ഥാപിതമായതാണ്. ദേശീയ രാജ്യാന്തര പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും സാങ്കേതിക ഉപദേശം നൽകുകയാണ് നീതി ആയോഗിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ദേശീയ രാജ്യാന്തര പ്രാധാന്യമുള്ള സാമ്പത്തികമായിട്ടുള്ളവയും നയവിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് നീതി ആയോഗിൻ്റെ ചുമതല. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നിലവിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചായിട്ടാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിര അംഗങ്ങൾ, അനൗദ്യോഗിക അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇത്രയും പേരാണ് നീതി ആയോഗിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിര അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO, ഇത്ര പേരടങ്ങുന്നതാണ് നീതി ആയോഗിലെ അംഗങ്ങൾ. ഇന്ന് നമുക്ക് സ്ഥിര അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. VK സരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ അരവിന്ദ് വീരമണി എന്നിവരാണ് നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ എന്ന് പറയുന്നത്. 4 അനൗദ്യോഗിക അംഗങ്ങൾ കൂടിയുണ്ട്. നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടുള്ള രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ട. ഇവരെയെല്ലാം ഈ 4 കേന്ദ്രമന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇവർ അനൗദ്യോഗിക അംഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നീട് വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം.
അദ്ദേഹത്തെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഘടനയിൽ വരുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരാംഗങ്ങൾ നിലവിലെ സ്ഥിരാംഗങ്ങളാണ് VK സരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോൾ, ഡോക്ടർ അരവിന്ദ് വീരമണി എന്നിവരാണ് നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ. 4 അനൗദ്യോഗിക അംഗങ്ങളാണ്, അത് പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. അവർ 4 പേരും കേന്ദ്ര മന്ത്രിമാരാണ്. നീതി ആയോഗിലെ നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടുള്ള രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, അർജുൻ മുണ്ട. പിന്നീട് വരുന്നത് നീതി ആയോഗിൻ്റെ CEO എന്ന് പറയുന്നത് നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. അദ്ദേഹത്തെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അടുത്തതായി നമുക്ക് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ SCERT ബുക്കിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. അതൊന്ന് നമുക്ക് നോക്കാം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിലുള്ള സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് SCERTയിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് SCERTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റുകൾ. നീതി ആയോഗിലെ നിലവിലെ അംഗങ്ങൾ: ചെയർമാൻ നരേന്ദ്രമോദി. നീതി ആയോഗിലെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിലെ ചെയർമാൻ നരേന്ദ്രമോദി. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ സുമൻ കെ ബെറി. CEO BVR സുബ്രഹ്മണ്യം. ടീം ഇന്ത്യ എന്നറിയപ്പെടുന്ന നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. 2015 ഫെബ്രുവരി 8-നാണ് ടീം ഇന്ത്യ എന്നറിയപ്പെടുന്ന നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായി തിരിക്കാം. 1. നയവും പ്രോഗ്രാം ചട്ടക്കൂടും. 2. സഹകരണ ഫെഡറലിസം. 3. നിരീക്ഷണവും വിലയിരുത്തലും. 4. തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്. നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായി തിരിക്കാം. അവയാണ് നയവും പ്രോഗ്രാം ചട്ടക്കൂടും, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്.